ഹായ് ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയ് ശങ്കർ തൊപ്പിയിട്ട് ദേഷ്യപ്പെട്ട് അർച്ചനയോട് ഭയങ്കര വിരോധത്തിൽ എന്നെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ ഡോറൊക്കെ വലിഞ്ഞ് അടച്ചിട്ടാണ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ അവിടെ സെറ്റിയിലെ കോട്ടൊക്കെ വലിച്ചു ഊരി അതിൻ്റെ ദേഷ്യം അമർഷമൊക്കെ അങ്ങനെ തീർക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചന്ദ്രയും രുക്കുവും അവിടുത്തെ സെർവൻറ്റും അതിങ്ങനെ മാറി നിന്ന് നോക്കുന്നുണ്ട്. കാരണം എന്ത് പറയും, എങ്ങനെ പ്രതികരിക്കും, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പോയാൽ വിജയേട്ടൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് യാതൊരു പിടിയുമില്ല. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൾ ജയിച്ച വാർത്ത കേട്ടപ്പോൾ തന്നെ ആകെ കലി കയറി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ വിജയശങ്കറിൻ്റെ ആ ഒരു അവസ്ഥയും കൂടെ കണ്ട് ആകെ ഒരു നട്ടലോടുകൂടി അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, രുക്കു നീ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുക്ക്, വിജയേട്ടൻ ആകെ ടെൻഷനിലാണ് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രുക്കു ഒരു ചായയായിട്ട് വിജയൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിജയശങ്കർ എനിക്ക് ചായ വേണ്ട എന്നല്ലേ പറഞ്ഞത്, എന്തിനാ അത് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യത്തോടെ ഒച്ചയിട്ട് പറയുന്നുണ്ട്. ഇല്ല ഏട്ടാ, ചായ കുടിക്കുക, ടെൻഷനൊന്നും മാറിക്കോളൂ എന്ന് പറയുന്നത്, എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ആ ചായനെ അങ്ങോട്ട് വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് ചന്ദ്ര. പിന്നീട് അവരോട് ദേഷ്യപ്പെട്ട് അങ്ങനെ റൂമിനകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അർച്ചനയുടെ ചിരിച്ച മുഖമാണ് വിജയശങ്കറിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അവൾ എന്നെ തോൽപ്പിച്ചു, അവളുടെ അർച്ചനയുടെ അട്ടഹസിച്ചുള്ള ആ ഒരു ചിരിയും ആ ഒരു മുഴക്കും എല്ലാം നമ്മുടെ വിജയശങ്കറിന് ആ റൂമിനുള്ള മുഴങ്ങി കേൾക്കുന്നുണ്ട്. അവൾ വന്ന് നമ്മുടെ അർച്ചന ഒരു സ്വപ്നത്തിൽ വന്ന് നമ്മുടെ വിജയശങ്കറിനെ ആകെ ഒരു തകർക്കുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലും ഒക്കെ വിജയശങ്കറിന് എന്നെ തോന്നുന്നുണ്ട്. അത് മനസ്സിൽ നിന്ന് പോവാതെ ആ ഒരു ഓർമ്മയിൽ എന്നെ വിജയശങ്കർ ഒരു സമനില തെറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്കും അവളോട് എങ്ങനെയെങ്കിലും ഇതിന് പ്രതികാരം ചെയ്യണം, പക വീട്ടണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അർച്ചന വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി. അവിടെ പെട്ടെന്ന് ആരെയും കാണാതെ ഇതെല്ലാം എവിടെ പോയി, ആരും ഇല്ലേ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് പടക്കവും ബലൂണും ഒക്കെ ആയിട്ട് അനിയന്മാരും ചിന്നുമോളും എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ അർച്ചന ചേച്ചിക്ക് ജയ്, അർച്ചന ചേച്ചി ജയിച്ചേ, ആ വിജയശങ്കറിനെ തോൽപ്പിച്ചേ എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും ആർപ്പ് വിളിച്ച് മുറവിളി കൂട്ടി നമ്മുടെ അർച്ചന ചേച്ചിയെ എടുക്കുകയും മാലയിട്ട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ചിന്നു ഒരുപാട് സന്തോഷത്തോടെ വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആഘോഷത്തിലൊന്നും മഞ്ജു വരുവോ നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മാറി നിന്ന് അതൊക്കെ പുച്ഛിച്ച് തള്ളുന്നുണ്ടോ, വലിയൊരു വിജയം, ഇതൊക്കെ എന്തോന്ന് വിജയം, ഇവർ ജയിക്കണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെ അർച്ചനയുടെ സന്തോഷത്തിൽ ഇവരെല്ലാവരും ഒരുപാട് ആഹ്ലാദവും സന്തോഷവും പങ്കിടുന്നുണ്ട്.